ഹലോ, ഇത് ഞങ്ങൾ ഓച്ചിറക്കളി കാണാൻ ഓച്ചിറയിൽ പോകുന്നൊരു ദിവസമാണ്. ഞാനും കുഞ്ഞാവയും ഏട്ടനും കൂടിയാണ് കേട്ടോ പോകുന്നത്. അതിനിറങ്ങി നിൽക്കുക. രുദ്ര ടാറ്റയൊക്കെ തരുന്നുണ്ട്. പോകുന്ന ഭയങ്കര മഴയുള്ള ദിവസമായിരുന്നേ. അന്ന് ഞങ്ങൾ ഇറങ്ങി കുറച്ച് ചെന്നപ്പോഴത്തേക്ക് അങ്ങ് മഴയായി. പിന്നെ ഒരു വീട്ടിൽ കയറി അവിടെ നിന്ന് ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ രുദ്ര അവിടെ നിന്ന് ഭയങ്കര കളിയൊക്കെ ആയിരുന്നു അച്ചാടെ കൂടെ. ഞങ്ങൾ കുറേ നേരം അത് കണ്ട് നിന്നിട്ട് ഇറങ്ങി. പോകുന്ന വഴി ചെറുതായിട്ട് ചാറുന്നുണ്ടായിരുന്നു. പിന്നെ രുദ്രയ്ക്ക് ഞങ്ങൾ ടവലൊക്കെ ഇട്ട് തൊപ്പിയൊക്കെ വെച്ച് കൊണ്ടുപോയി. അങ്ങനെ ഹൈവേയിൽ ഇപ്പോൾ പണി നടക്കുന്നത് കൊണ്ട് കുറച്ചുകൂടെ വെള്ളവും ചളിയൊക്കെ ആയിട്ട് കിടന്നെയായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഓച്ചിറയിലെത്തി. അവിടെ ചെന്ന് ഞങ്ങൾ കുറേ നേരം നടന്ന്. രുദ്രയും അച്ചായും കൂടെ കുട പിടിച്ച് പോകുന്നുണ്ട്. അവിടെ പട്ടിയൊക്കെ കിടക്കുന്നതിന് അവിടെ ബൗബൗ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ രുദ്ര പോകുന്നത്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നേ. അന്ന് ഓച്ചിറക്കളിയുടെ ആദ്യത്തെ ദിവസമായിരുന്നു. ഞങ്ങൾ കരുതി മഴ ആയതുകൊണ്ട് ആൾ കാണില്ലെന്ന്. പക്ഷെ നല്ല ആളുണ്ടായിരുന്നു. ഓച്ചിറ ചെന്ന് കഴിയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. വേറെ എങ്ങും പോകുന്ന പോലെ അല്ലല്ലോ ഓച്ചിറ അമ്പലം. അങ്ങനെ അവിടെ ചെന്ന് കുറേ ആൾക്കാരെയൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ അകത്തോട്ട് ഓച്ചിറക്കുളത്തിലോട്ട് അല്ലേ കളി നടക്കുന്നത് അവിടോട്ട് പോകുവാണ്. അവിടെയൊക്കെ ഐസ്ക്രീമിൻ്റെ വണ്ടികളും പിന്നെ വഴിയോര കാഴ്ചകളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ടപ്പോൾ രുദ്രയ്ക്ക് ഐസ്ക്രീമൊക്കെ വേണം. പിന്നെ പോകുന്ന വഴി അവിടെ ഓച്ചിറ കാള ഉണ്ടായിരുന്നു. അതിനെയൊക്കെ കണ്ട് രുദ്ര അവിടെ പൈസയൊക്കെ ഇട്ട് തൊഴുത്. പിന്നെ ഒത്തിരി ചേച്ചിമാരൊക്കെ കുഞ്ഞു ചേച്ചിമാരെയൊക്കെ കണ്ട് രുദ്ര അതൊക്കെ നോക്കി നിൽക്കുമായിരുന്നേ. പിന്നെ മഴ ആയതുകൊണ്ട് അവിടെ എല്ലാം അങ്ങ് തെളിയായിരുന്നു. പിന്നെ ഇതാണ് ഓച്ചിറക്കുളം. ഇവിടെ കുറേ നേരം നിന്ന് കുറച്ച് നേരമൊക്കെ ആ കുളമൊക്കെ രുദ്രയെ കാണിച്ച് കൊടുത്ത്. എന്തായാലും ഞങ്ങൾ ആ കാണാൻ ചെന്ന സമയം മഴ ഇച്ചിരി കുറഞ്ഞായിരുന്നേ. അതുകൊണ്ട് കാണാൻ പറ്റി. പിന്നെ അവിടെ ആൾക്കാർ കയറി തൊഴുന്നൊക്കെ ഉണ്ടായിരുന്നു നടയിൽ, ആദ്യത്തെ നടയിലും ഒക്കെ. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരമൊക്കെ നിന്ന്. അവിടെ കുറേ പ്രാവുകൾ പറക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടുകൊണ്ട് രുദ്ര ഭയങ്കര ചിരിയായിരുന്നു. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അതൊക്കെ കണ്ട് രുദ്രാപ്പൂവിനെ കാണിച്ച് കൊടുത്ത്. അങ്ങനെ തന്നെ കുറേ നേരം അവിടെയൊക്കെ നിന്നേ. പിന്നെ ഓച്ചിറക്കുളത്തിലോട്ട് പോകുന്നിടത്തൊക്കെ ആണെങ്കിൽ അങ്ങ് വെള്ളമായിരുന്നു. കണ്ടില്ലേ, അവിടെ എല്ലാം വെള്ളവും ചളിയും ഒക്കെ ആയിരുന്നു. എന്നാലും നല്ല തിരക്കുണ്ടായിരുന്നേ. ആ കുളത്തിൻ്റെ സൈഡിൽ നിൽക്കുന്ന ആൾക്കാരാണേ അതെല്ലാം. ഒരുപാട് ആൾ കൂടി നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾ കരുതി രുദ്രയുമായിട്ട് എൻ്റെ ഇടയ്ക്ക് കയറി കാണാൻ പറ്റത്തില്ലായിരിക്കും, പാടായിരിക്കും എന്നൊക്കെ. അതിൻ്റെ കൂടെ ആ പോകുന്ന വഴിയിൽ ഇങ്ങനെ പിള്ളേർ കളിച്ചൊക്കെ പോകുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ രുദ്രയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ആദ്യമായിട്ട് കാണുമല്ലേ. പിന്നെ ദാണ്ട് അച്ഛൻ മോളോട് നോക്കുമായിരുന്നു. അങ്ങനെ ഓച്ചിറക്കളി ഞങ്ങൾ കാണാൻ കുളത്തിൻ്റെ ഇടയ്ക്കൂടി ഇച്ചിരി സ്ഥലം കിട്ടിയപ്പോൾ കണ്ട്. അങ്ങനെ അവിടെ കളിയൊക്കെ തുടങ്ങി. കണ്ടോ, ചേട്ടന്മാർ കളിക്കുന്നതൊക്കെ കണ്ടുകൊണ്ട് രുദ്ര ഞങ്ങളുടെ കയ്യിലിരിപ്പുണ്ടേ. കുറേ നേരം ഇതൊക്കെ കണ്ട്. പക്ഷെ നല്ല രസമാണ് കേട്ടോ കാണാൻ. നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർ വന്നിത് കാണണമേ. ഞാൻ ആദ്യമായിട്ട് കാണുമായിരുന്നേ ഇത്. അപ്പം കണ്ടപ്പോൾ ഭയങ്കര രസമുണ്ടായിരുന്നു. ആദ്യമായിട്ട് കാണുന്നുണ്ട്. ഇങ്ങനെ പിള്ളേർ ഓരോരോ ടീമായിട്ടായിരുന്നു അവർ വന്ന് കളിക്കുന്നത്. അതിൽ മുതിർന്നവരും ഉണ്ടായിരുന്നു, കൊച്ചു കുട്ടികളും ഉണ്ടായിരുന്നു. കൊച്ചു കുട്ടികളുടെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് കഴിഞ്ഞായിരുന്നേ. മഴ ആയതുകൊണ്ട് ലേറ്റായിപ്പോയി. പിന്നെ ഇത് ഇച്ചിരി വളർന്ന പിള്ളേരുടെ ആയിരുന്നു. പക്ഷെ പൊടി കുഞ്ഞുങ്ങളുടെ കാണാനായിരുന്നു രസമേ. കുറച്ച് ഞങ്ങൾ കണ്ടായിരുന്നു, പക്ഷെ അത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ രുദ്ര ഇത് കയ്യിൽ നിന്നിങ്ങനെ ചേട്ടന്മാർ ഇതിൻ്റെ കൂടെ ഒരു പാട്ട് പാടുന്നുണ്ട്. അവർ താളത്തിനൊത്തിങ്ങനെ കളിക്കുന്നതിന് ഇങ്ങനെ കൈ കൊട്ടിക്കൊണ്ടും അതേപോലെ പാട്ടൊക്കെ പാടി നിൽക്കുമായിരുന്നേ. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ കുറേ നേരം കളിച്ച് പിന്നെ അവിടെ നിന്ന് കണ്ട് ഞങ്ങൾ അകത്തോട്ട് കയറി. അപ്പം അമ്മയും അനിയത്തിയും അച്ഛനും, എൻ്റെ അമ്മയും അച്ഛനും അനിയത്തിയൊക്കെ വന്നായിരുന്നേ. അവർ വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ പിന്നെ അവർ വന്ന്. അവരും കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണുമായിരുന്നു. അപ്പോൾ അവർ രുദ്രയെ കണ്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് വരുന്നതാണത് കേട്ടോ. അതിൻ്റെ എക്സ്പ്രഷനാണ് ഈ ഇടുന്നത്. പിന്നെ രുദ്രയാണ് വെടി പൊട്ടിയത് കേട്ടോണ്ട് ഞാൻ വെടി പൊട്ടിയത് കേട്ടോ എന്ന് ചോദിക്കുന്നതിന് എനിക്ക് റിപ്ലൈ തരുക. പിന്നെ അത് കഴിഞ്ഞ് അവിടെ കുറേ കൂട്ടുകാർ ഈ ഓച്ചിറക്കളി കളിക്കുന്നവരാണെങ്കിൽ അതിനകത്ത് വട്ടം കറങ്ങിയിട്ട് ഇങ്ങനെ ഓരോരോ ടൂണൊക്കെ ഇട്ട് കളിക്കുന്നുണ്ടായിരുന്നു.
അതൊക്കെ കണ്ട് കുറച്ച് നേരം രുദ്രാപ്പൂവായിട്ട് അവിടെ നിന്ന് പിന്നാണ് അമ്പലത്തിൻ്റെ ഫസ്റ്റ് നടയുടെ ഫ്രണ്ടിൽ കുറേ പിള്ളേർ അവിടെയും വന്ന് നിന്ന് ഇത് തന്നെ കളിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് നേരം ഞാനും അമ്മയും അച്ഛനും രുദ്രാപ്പൂവും കൂടെ കണ്ട് അതൊക്കെ കണ്ടുകൊണ്ടും അവിടെ നിൽക്കുമായിരുന്നു. ഒരുപാട് ആൾക്കാർ അവിടെയും കാണാനായിട്ട് വന്ന് നിൽപ്പുണ്ടായിരുന്നേ. പിന്നെ വേറൊരു ടീമും കൂടെ വന്ന് അതിൻ്റെ കൂടെ കളിക്കാൻ തുടങ്ങി. മഴ ആയതുകൊണ്ട് എല്ലാവരും തലയിൽ കവറൊക്കെ ഇട്ടാണ് നിൽക്കുന്നത് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങിയായിരുന്നു പോകാനായിട്ട്. അപ്പം വീണ്ടും കുറേ പ്രാവുകൾ വന്ന് അതിനെയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് പോരുന്നു.